നബിദിനം കണ്ട് 2 ദിവസം ആയിക്കണം. ഇന്നാണ് ഞങ്ങളുടെ പള്ളിത്തെ റാലി. 5-5 പള്ളി കമ്മിറ്റിക്കാരൊക്കെ ഉഷാറാണ്. കുറച്ച് സ്പ്രേ അടിച്ച് കണ്ണാടിയിട്ട് വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് റാലിയിൽ ജോയിൻ ചെയ്യാൻ. കുറച്ചേരം ചെക്കന്മാരെ ദഫൊക്കെ ഇരുന്നാണ് കണ്ട്. കൈനീട്ടായിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഫ്രൂട്ടിന് കിട്ടി. അതൊന്ന് പോകുന്ന ഇങ്ങനെ ഈ കാണുന്നത് ജീപ്പിന്റെ വീട്ടിൽ വന്നിട്ട് പരിപാടി ആയിട്ടില്ല പറഞ്ഞിട്ട് സങ്കടം വരാണ് ഇവര്. കുറച്ചങ്ങോട്ട് പോയപ്പോ ഹോർലിക്സ് വട്ടുപൊത്തിനും കിട്ടി. പേരൊന്നും തിന്നാണ്ട് വന്നതിൽ കാര്യമുണ്ട്. അവിടെ നിൽക്കിന്റെ ചെറിയ ഫോളോവറിനെ കിട്ടിക്കണേ. ഫോൺ എടുത്തപ്പോ എന്റെ കൂടെ എത്ര കാണും. മാഷാഅല്ലാ പൊലിവെന്നെക്ക് പൊലിവ്. 5 കൊറ്റപ്പാലത്ത് കോമ്പറ്റീഷൻ ഒരു എരലാണ്ടിരിക്കുന്നു. അപ്പോഴാണ് ചെക്കൻ രംഗത്ത് ഇറങ്ങി ഷിഫ്റ്റ് ടോക്ക്. എല്ലാവരും ചെക്കനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ വീഡിയോയിൽ പെടുത്തില്ലെങ്കിൽ അൺഫോളിക്കും പെടുത്തി സിയാക്ക കവറിന്റെ വരെ ബാഗ് ഒക്കെ എടുത്തിട്ട് വന്നിക്കണേ. നമുക്ക് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ലല്ലോ. ഏത് ഈ 9 സെഞ്ചൊക്കെ നിറഞ്ഞിക്കണേ. ഒരു കവർ മുണ്ടിന്റെ ഉള്ളിലുണ്ട്. നേരം വരെ കിറ്റ് എടുത്ത് പോന്നാ മതിയായിരുന്നു. ഇക്കൊല്ലം 2 കവർ ഫുള്ള് മുട്ടായി കിട്ടുമെന്ന് വിചാരിച്ചതാണ്. ഇതിപ്പോ കവറിന്റെ പകുതി പോലും ആയിട്ടില്ലല്ലോ. കുളിച്ചൊരുങ്ങി വന്നതൊക്കെ വെറുതായോ? ഇമ്മാന്റെ മുന്നിക്ക് എങ്ങനെ ചെല്ലാണ് അത്ര കുറച്ച് മുട്ടായി ആയിട്ട്? പടച്ചോനെ അടുത്ത 2 അങ്ങാടിയിൽ നിന്ന് തോനെ മുട്ടായി കിട്ടിയാൽ മതിയായിരുന്നു. ചെക്കന്മാരെ കളി അത്ര പോരാ. ഏതൊരു പൂർവ്വ വിദ്യാർത്ഥിനെ സ്ഥിരം വർത്താനിരിക്കുന്നത് ഇതൊന്നല്ല മോനെ ദഫ്. നമ്മളെ കളിക്കുമ്പോഴാണ് ദഫ് ദഫ്. എല്ലാ കൊല്ലം ഈ സെയിം ഡയലോഗ് കേൾക്കാം. ഹാജരാത്തൊക്കെ പിന്നെ ക്യാമറയുടെ മുന്നിലൊക്കെ നല്ല മടിയായിക്കണം. ഞങ്ങളുടെ കാണുമ്പോ പുതച്ച് മൂടിയിട്ടാണ് വരിക. ഒരു ഫ്രൂട്ടിങ് കുടിച്ച് നേരെ മദ്രസേക്കാണ്ട് പോയി. 5 സാലിയത്തായ ചെക്കനായി പഠിപ്പിച്ച മദ്രസയാണിത്. നാളെ അവസാനിച്ചതിന് കുറച്ചേരം മൗലൂദും കഴിഞ്ഞ് പള്ളി പോയി ചോറ് വാങ്ങി പഠിപ്പിച്ച സ്ഥലത്തിൽ കുറച്ചേരം സാറ് പറഞ്ഞ് പെരേക്കാണ്ട് പോയി. അപ്പൊ ശരി.